നാളെ ഞാൻ എന്റെ കൂട്ടുകാരന്മാരും കൂടി ടൂർ പോവാട്ടാ. പിന്നെ എന്നെ കാണിക്കേണ്ട ദിവസം നാളെയാണ്. ഡോക്ടർക്ക് ബുക്ക് ചെയ്തിക്കണാ? അതൊക്കെ വന്നിട്ട് പോവാ. ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞിക്കണ് ഇത് മുടങ്ങാതെ കാണിക്കണമെന്ന്. ഇത് കുട്ടിക്കളിയൊന്നല്ല, കാണിക്കേണ്ട ദിവസമാണ്. ഇന്നേ വരെ നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കണം. ഉമ്മ കേൾക്കുമ്പോ മെല്ലെ പറയും. എനിക്ക് മാത്രമേ ബാധകമുള്ളൂ, അനക്കും കൊണ്ടുപോയിക്കൂടെ? ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയ്യാത്ത പാൻ ആരാ നോക്കുക? ഞാൻ തന്നെ നോക്കണ്ടേ? എന്ത് പറഞ്ഞാലും എനിക്ക് ഓരോ കാരണങ്ങളുണ്ടാവും അല്ലെ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരിക്കണു. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. മാ, ഞാൻ പോവാട്ടാ. ഞാൻ പോണ്ടെന്ന് പറഞ്ഞതല്ലേ? അഞ്ച് പറഞ്ഞാ കേൾക്കൂല? അനക്ക് എന്റെ വാപ്പയാണ് വലുത് അത് ടൂറാ വലുത്? എന്താ ഇജ്ജ് പറഞ്ഞാ കേൾക്കാത്തത്? നിങ്ങൾ പറയണ പോലൊന്നും അല്ല. എത്ര കാലായി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണത്? ഇതിൽ വല്ല വല്ല എന്തെങ്കിലും നമുക്ക് വല്ല കാര്യമുണ്ടോ? നല്ല കാലത്ത് ചെയ്യാത്ത പണിയില്ല മൂപ്പര്. മൂപ്പര് ചെയ്യാത്ത പണിയില്ല നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. അത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഉപ്പാനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കണക്ക് പറയുന്നത്. ഇതൊക്കെ അള്ള കേൾക്കുന്നുണ്ടടാ. അണക്കും ഒരു മകൻ വലുതായി വരുന്നുണ്ട്. ഓൻ ഇതുപോലെ കണക്ക് പറയുമ്പോൾ അവൻ അണക്ക് ഇതിനെ അറിയുള്ളൂ. അതിന്റെ വിഷമം എന്താന്ന് അണക്ക് അപ്പളേ അറിയുള്ളൂ. അത് ഇജ്ജ് നല്ല മനസ്സിലാക്കണം മോനെ. അതാണ് ഇമ്മാക്ക് പറയാനുള്ളത്. അപ്പൊ 4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഡോക്ടറെ കാണിക്കാതിരിക്കുക എന്താ ചെയ്തോ. 4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അടിച്ച് പൊളിച്ച്. എന്തേ ഇവിടെ ആരെങ്കിലും ചത്ത ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു? ടൂറൊക്കെ കഴിഞ്ഞ അടിപൊളി ടൂർ. എവിടെയായിരുന്നടാ ഇജ്ജ്? 4 ദിവസം എവിടെയായിരുന്നടാ? വിളിച്ചിട്ട് മൊബൈൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്ന് പറയാം. ഞങ്ങൾ ആരോട് വിളിച്ചിട്ടാണ് വിവരം പറയാം? അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞതാണ് പോവല്ലേ പോവല്ലേ എന്ന്. ഞാൻ അപ്പോഴും പറഞ്ഞതാണ്. ആ പെണ്ണും ഞാനും പറഞ്ഞത് കേട്ടോ. ഇപ്പൊ എനിക്ക് സമാധാനം ആയില്ലേ? പോടാ ഇവിടുന്ന്. നീ ഇവിടെ ഇങ്ങോട്ട് കയറണ്ട ജി. ജി എന്റെ മകനും അല്ല. ഇവിടുന്ന് പൊയ്ക്കോ. ഇവിടുന്ന് എന്റെ മുഖമൊക്കെ കാണണ്ടടാ. പൊയ്ക്കോ ഇവിടുന്ന് പോ. ജി എന്റെ മോനല്ല. പോടാ ഇവിടുന്ന്.